വിഷ്ണു ശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ പിന്നീട് അർജുൻ്റെ അടുത്തേക്ക് വന്ന ശാലിനി അങ്ങ് ചോദിക്കുകയാണ്, ആംബുലൻസ് ഇതുവരെ എത്തിയില്ലല്ലോ, ഡ്രൈവർ ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഏർപ്പാട് ചെയ്യാൻ പറയും അർജുനേട്ടാന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ അങ്ങ് വാങ്ങിക്കുകയാണ്. തുടർന്ന് അർജുന ആകെ അങ്ങ് വിഷമിച്ച് നിൽക്കുമ്പോഴാണ് വസുമതിയുടെ ഫോണിൽ നിന്നും ചിത്ര അർജുനെ വിളിക്കുന്നത്. വസുമതിയും ചിത്രയും കൂടി കാറിൽ പോവുകയാണ്. വസുമതി കാർ ഓടിച്ചു പോവുകയാണ്. ഈ സമയം ചിത്രയാണ് ഫോൺ ചെയ്യുന്നത്. ആദ്യം റിങ് ചെയ്യുമ്പോൾ അയ്യോ അമ്മയാണ് വിളിക്കുന്നത് എന്നും പറഞ്ഞ് അർജുൻ ഫോൺ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയോട് എന്താ പറയുക എന്നും പറഞ്ഞ് അർജുൻ നിൽക്കുകയാണ്. അതേസമയം സുസ്മിത പറയുന്നുണ്ട്, അർജുനേട്ട വസുമതി ആൻറ്റിയോട് പറഞ്ഞ കുഴപ്പമൊന്നുമില്ലല്ലോ, അല്ല വേറെ ആരോടും പറയാതിരുന്നാൽ പോരെ, ഫാമാൻറ്റി ഹാർട്ട് പേഷ്യൻ്റ് ആയതുകൊണ്ടല്ലേ നമ്മളിത് മറച്ചു വെക്കുന്നത്, ചികിത്സയ്ക്ക് ആരുടെയെങ്കിലുമൊക്കെ സഹായം വേണ്ടേ എന്നിങ്ങനെ സുസ്മിത പറയുമ്പോൾ സുസ്മിത പറയുന്നത് ശരിയാണെന്ന് ശാലിനിക്കും തോന്നുകയാണ്. അതേ അർജുനേട്ട ഫോൺ എടുത്ത് പറയുകയാണ്. അന്നേരം ആ കോളങ്ങ് കട്ടാവുകയാണ്. ആശ്വാസമായി കോള് കട്ടായി എന്നും പറഞ്ഞ് അർജുൻ നിൽക്കുമ്പോൾ ചിത്രയോട് വീണ്ടും വിളിക്കാനായിട്ട് വസുമതി പറയുകയാണ്. തുടർന്ന് ചിത്ര വീണ്ടും വിളിക്കുമ്പോൾ അർജുൻ ഫോൺ എടുക്കുന്നുണ്ട്. തുടർന്ന് അമ്മയെ ഫോൺ എടുത്തു എന്നും പറഞ്ഞ് വസുമതിക്ക് കൊടുക്കുകയാണ്. തുടർന്ന് വണ്ടി ഒരു സൈഡിലേക്ക് വസുമതി ഒതുക്കുന്നുണ്ട്. തുടർന്ന് എന്താടാ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തത്, ഇങ്ങോട്ട് വിളിക്കത്തുമില്ല അങ്ങോട്ട് വിളിച്ചാൽ എടുക്കത്തുമില്ല എന്നും പറഞ്ഞ് വസുമതി ചൂടാവുമ്പോൾ അത് അമ്മയെന്നും പറഞ്ഞ് അർജുൻ സംസാരിക്കുകയാണ്. അന്നേരം ആ പതറിയ ശബ്ദം കേട്ട് എന്താ മോനെ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടായ സംഭവങ്ങളൊക്കെ അർജുൻ വസുമതിയോട് പറയുകയാണ്. അന്നേരം അയ്യോ എന്നൊക്കെ അങ്ങ് വസുമതി കേട്ട് അന്തം വിടുകയാണ്. തുടർന്ന് നിങ്ങൾ ഏത് ഹോസ്പിറ്റലിലാണ് എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ അടുത്തുള്ള അടിവാരത്തുള്ള ഹോസ്പിറ്റലാണ്. തുടർന്ന് നാട്ടിലേക്ക് കൊണ്ടുവരികയാണ്. കരുണ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് മതി, ഞാൻ അവിടെ എത്തിക്കോളാം എന്ന് പറയുന്നുണ്ട്. തുടർന്ന് ഈ കാര്യം സത്യാമ്മയെ തൽക്കാലം അറിയിക്കണ്ടെന്ന് അർജുൻ പറയുന്നുണ്ട്. അത് വസുമതി ശരി വയ്ക്കുന്നുമുണ്ട്. തുടർന്ന് ശാലിനി അർജുനോട് ചോദിക്കുകയാണ്, അല്ല അർജുനേട്ട പോലീസ് ഇവിടത്തേക്കാണോ വരുന്നത് അതോ നാട്ടിലേക്കാണോ എന്ന്. അന്നേരം പോലീസോ എന്നും പറഞ്ഞ് സുസ്മിത തെല്ലെന്ന് ഭയക്കുകയാണ്. തുടർന്ന് ശാലിനി വീണ്ടും അർജുനോടാണ് സംസാരിക്കുന്നത്. അല്ല രോഹിത്തിനെ കാണാതായാൽ വിഷ്ണുവേട്ടൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടില്ലല്ലോ, അപ്പോൾ അങ്ങനെയാണല്ലോ നടപടിക്രമങ്ങൾ എന്ന് പറഞ്ഞ് അവർ സംസാരിക്കുമ്പോൾ അപ്പോൾ പോലീസിനെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ള ചിന്തയിൽ സുസ്മിത ഇരിക്കുകയാണ്. ഇതേസമയം വിഷ്ണുവും ഫോറസ്റ്റ് ഓഫീസേഴ്സും ഒക്കെ രോഹിത്തിനായുള്ള തെരച്ചിൽ അവിടെ അടിവാരത്ത് നടത്തുകയാണ്. തുടർന്നുള്ള സീനിൽ അവർ പ്രീതിയെ നാട്ടിലെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു കഴിഞ്ഞിരുന്നു. ഡോക്ടർ ഹെലൻ അവിടെ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. തുടർന്ന് ശാലിനിയുടെ സങ്കടമൊക്കെ കണ്ടിട്ട് ഡോക്ടർ ആശ്വസിപ്പിക്കുന്നുണ്ട്. അന്നേരം പ്രീതി എന്നൊക്കെ പറഞ്ഞ് ശാലിനി അങ്ങ് കരയുകയാണ്. തുടർന്ന് ഇത് കോമ സ്റ്റേജ് ആണ് എന്നുള്ളൊരു നിർബന്ധമൊന്നുമില്ലല്ലോ, ആണെങ്കിൽ തന്നെ അതിന് പല വകഭേദങ്ങളുമുണ്ട്, ചികിത്സയും ഒക്കെ ഉണ്ട്, ടെസ്റ്റൊക്കെ ചെയ്യട്ടെ, റിസൾട്ട് വരുന്നത് നോക്കാം, ആശ്വസിക്കുക എന്ന് പറഞ്ഞ് ശാലിനിയെയും അർജുനെയും ഒക്കെ ഡോക്ടർ ആശ്വസിപ്പിച്ച ശേഷം അങ്ങ് ICUയിലേക്ക് പ്രീതിയും കൊണ്ട് പോവുകയാണ്. തുടർന്ന് കുറച്ച് സമയം ഒരു പാട്ട് സീനിലൂടെയാണ് ബാക്കി സീനൊക്കെ കാണിക്കുന്നത്. ഡോക്ടർ അകത്ത് പ്രീതിയെ പരിശോധിക്കുന്നതും വിഷ്ണു കാട്ടിൽ രോഹിത്തിന് വേണ്ടി തിരയുന്നതും പുറത്ത് ഐസിയുവിൻ്റെ വെളിയിൽ അർജുൻ കുഞ്ഞിനെയും കൊണ്ടങ്ങ് സങ്കടപ്പെട്ടിരിക്കുന്നതും ശാലിനിയും സങ്കടപ്പെട്ടിരിക്കുന്നതും ഒക്കെ ഇതിനിടയ്ക്ക് സുസ്മിതയും കരഞ്ഞൊക്കെ അഭിനയിച്ച് കാണിക്കുന്നുണ്ട്. തുടർന്ന് അർജുൻ്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി ശാലിനി വിഷ്ണുവിനെ വിളിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അന്നേരം സുസ്മിത ഇതൊക്കെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. തുടർന്ന് ശാലിനിയുടെ പുറകെ സുസ്മിതയും വെച്ച് പിടിക്കുന്നുണ്ട്. തുടർന്ന് പുറത്തേക്ക് ഇറങ്ങി വിഷ്ണുവിനെ ശാലിനി ഫോൺ വിളിക്കുകയാണ്. അന്നേരം അവിടെ എന്തായി എന്ന് ചോദിക്കുകയാണ്. രോഹിത്തിനെ കുറിച്ച് എന്തെങ്കിലും എന്ന് ചോദിക്കുമ്പോൾ പ്രതീക്ഷയ്ക്കുള്ള ഒരു വകയും ഇതുവരെ കിട്ടിയിട്ടില്ല, പിന്നെ നിങ്ങൾ എത്തിയോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയെന്ന് പറയുന്നുണ്ട്. തുടർന്ന് ഡോക്ടർ എന്ത് പറഞ്ഞു ചോദിക്കുമ്പോൾ ഡോക്ടർ പരിശോധിക്കുന്നേ ഉള്ളൂ എന്ന് ശാലിനി പറയുന്നുണ്ട്. തുടർന്ന് സുസ്മിതയും സൂക്ഷിച്ചോളണേ എന്ന് വിഷ്ണു പറയുകയാണ്. അന്നേരം ഞാൻ എന്ത് പറഞ്ഞാൽ അവളെ സമാധാനിപ്പിക്കേണ്ടത്, അവർ ജീവിച്ച് തുടങ്ങിയിട്ടല്ലേ ഉണ്ടായിരുന്നുള്ളൂ എന്നും പറഞ്ഞ് ശാലിനി സങ്കടപ്പെടുകയാണ്. അന്നേരം ഇയാളും കൂടി തളർന്നാൽ കരഞ്ഞാൽ എല്ലാം തകർന്നു പോകും, ഇയാൾ പിടിച്ചു നിൽക്കണം എന്ന് പറയുകയാണ് വിഷ്ണു. അന്നേരം എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ പിടിച്ചു നിൽക്കുകയാണ് എന്ന് പറഞ്ഞ് ശാലിനി അങ്ങ് ഫോൺ വയ്ക്കുകയാണ്. തുടർന്ന് മോളുടെ കാര്യം എന്ന് പറഞ്ഞ് വിഷ്ണു ചോദിക്കാൻ തുടങ്ങുമ്പോഴേക്കും ശാലിനി ഫോൺ വെച്ച് കഴിഞ്ഞിരുന്നു. ഇതേസമയം ശാലിനി ഫോൺ വെച്ച് കഴിയുമ്പോഴേക്കും സുസ്മിതയും അടുത്തെത്തുകയാണ്. തുടർന്ന് സുസ്മിത അങ്ങ് തകർത്താൻ അഭിനയിക്കുകയാണ്. എന്താ വിഷ്ണുവേട്ടൻ എന്താ പറഞ്ഞത്, എന്ത് രോഹിത്തിനെ കിട്ടിയോ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം അതെന്നും പറഞ്ഞ് ശാലിനി അങ്ങ് തലവനിച്ച് നിൽക്കുമ്പോൾ കിട്ടിയില്ലല്ലേ, ഒരു വിവരവും കിട്ടിയില്ലല്ലേ എന്നും പറഞ്ഞ് ശാലിനിയുടെ തോളിലേക്ക് വീണങ്ങ് സുസ്മിത അങ്ങ് കരയുകയാണ്. അന്നേരം മുഖം അമർത്തുമ്പോൾ സങ്കടത്തോടെയാണ് ശാലിനിയുടെ തോളിലേക്ക് വീഴുന്നതെങ്കിലും പിന്നീട് ആ സുസ്മിതയുടെ മുഖം അങ്ങ് ഒരു വിജയിച്ച മട്ടിൽ ഒരു ക്രൂരഭാവമായിട്ട് അങ്ങ് നിൽക്കുകയാണ്.
തുടർന്ന് ഹോസ്പിറ്റലിലേക്ക് വസുമതിയും ചിത്രയും കൂടി എത്തുകയാണ്. അന്നേരം കരഞ്ഞ് തളർന്നിരിക്കുന്ന അർജുനെ കണ്ടിട്ട് എന്താ മോനെ ഡോക്ടർ എന്ത് പറഞ്ഞു എന്നൊക്കെ വിഷമത്തോടെ വന്ന് വസുമതി ചോദിക്കുകയാണ്. അന്നേരം പരിശോധിക്കുന്നേ ഉള്ളൂ എന്നിങ്ങനെ അർജുൻ പറയുമ്പോൾ ഈ പിഞ്ചു കുഞ്ഞിൻ്റെ കാര്യം എന്ന് പറഞ്ഞ് കുഞ്ഞിനെ ഓർത്തങ്ങ് നോക്കിയങ്ങ് സങ്കടപ്പെടുകയാണ് വസുമതി. അതേസമയം മോളെ ഇങ്ങ് താന്നും പറഞ്ഞ് ചിത്ര കുഞ്ഞിനെയൊക്കെ വാങ്ങുന്നുണ്ട്. തുടർന്ന് അതേസമയം പ്രീതി അകത്ത് കണ്ണ് തുറക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഡോക്ടർ പുറത്തേക്ക് വന്ന ശേഷം ഡോക്ടർ ഹെലൻ ശാലിനിയോട് പറയുകയാണ് പ്രീതിയുടെ ജീവന് ഭീഷണിയൊന്നുമില്ല, ഇനി ഒരു ദിവസം ഒബ്സർവേഷനിലിരിക്കണം, അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റുകയുള്ളൂ, കുറച്ച് ടെസ്റ്റൊക്കെ ഉണ്ടെന്ന് പറയുകയാണ്. അന്നേരം ജീവന് ഭീഷണിയൊന്നുമില്ല എന്ന് പറയുമ്പോൾ എല്ലാവർക്കും സന്തോഷമാകുന്നുണ്ട്. പക്ഷേ സുസ്മിതയ്ക്ക് ചെറിയൊരു ഭയം വരികയാണ്. തുടർന്ന് ഞങ്ങൾക്കൊന്ന് കയറി കാണാൻ പറ്റുമോ എന്ന് വസുമതി ചോദിക്കുമ്പോൾ അതിനെന്താ കണ്ടോളൂ എന്ന് പറയുകയാണ്. തുടർന്ന് ചിത്ര കുഞ്ഞിനെ ശാലിനി ഏൽപ്പിച്ചിട്ട് വസുമതിയും പിന്നെ ചിത്രയും കൂടി അകത്തേക്ക് കയറുകയാണ്. തുടർന്നും ഡോക്ടർ ശാലിനിയോട് പറയുന്നുണ്ട് സമാധാനമായിരിക്കെ, ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നോക്കട്ടെ, പ്രീതിയെ പിന്നീട് പഴയ ജീവിതത്തിലേക്ക് നമ്മൾ തിരികെ കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് ശാലിനിക്ക് ഉറപ്പ് കൊടുക്കുകയാണ്. അതേസമയം അതൊക്കെ കേട്ടിട്ട് നടന്നത് തന്നെയെന്ന് മനസ്സിൽ സുസ്മിത കരുതുകയാണ്. തുടർന്ന് അവരെ അകത്തേക്ക് കയറുമ്പോൾ പ്രീതി ഇങ്ങനെ കണ്ണ് തുറന്ന് കിടക്കുന്നുണ്ട്. ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ചിട്ടുണ്ട്. ഒരു ഓപ്പറേഷൻ തിയേറ്ററിലെ വേഷത്തിലാണ് പ്രീതി കിടക്കുന്നത്. കണ്ണിങ്ങനെ തുറന്നു വെച്ചിരിക്കുകയാണ്, പക്ഷെ കണ്ണ് നിറയുന്നുണ്ട്. തുടർന്ന് അവസ്ഥ കാണുമ്പോൾ വസുമതിക്ക് ആകെ സങ്കടം തോന്നുകയാണ്. തലയിൽ ഇങ്ങനെ തലോടിയിട്ട് മോളെ പ്രീതി എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ഇതൊക്കെ ശ്രദ്ധിച്ച് ചിത്ര അടുത്ത് തന്നെ നിൽക്കുകയാണ്. തുടർന്ന് വസുമതി അങ്ങ് ആലോചിക്കുകയാണ് പ്രീതി ഒരുപാടിട്ട് കഷ്ടപ്പെടുത്തിയതും കൊട്ടേഷൻകാരെ കൊണ്ട് മുഖത്ത് ആസിഡ് ഒഴിക്കാൻ പറഞ്ഞതും അങ്ങനെ ഒരുപാട് തവണ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതും ഒക്കെ ഓർത്ത് വിഷമിക്കുന്നുണ്ട്. അവസാനം വസുമതി ഓർക്കുന്നത് അന്ന് നൂലുകെട്ട് സംഭവമാണ്. എൻ്റെ കുഞ്ഞിൻ്റെ കാതിൽ ദൈവനാമം വിളിക്കുന്നുണ്ടെങ്കിൽ അത് വസുമതി അമ്മ വിളിച്ചാൽ മതി എന്ന് പ്രീതി സ്നേഹത്തോടെ പറയുന്നതൊക്കെ ഓർത്ത് വസുമതി അങ്ങ് വിഷമിക്കുകയാണ്. തുടർന്ന് പ്രീതിയുടെ അടുത്തേക്ക് ഇരിക്കുന്ന വസുമതി പറയുന്നുണ്ട് നീ അർജുൻ്റെ പെണ്ണായിട്ട് വന്നത് മുതൽ നീ എന്നെ അമ്മയായിട്ടാണ് കണ്ടത്. പക്ഷേ പണത്തിന് വേണ്ടിയുള്ള മുൻതൂക്കം കാണുന്ന എനിക്ക് വാശിയുടെയും വൈരാഗ്യത്തിൻ്റെയും ഒക്കെ ഇടയിൽ അങ്ങ് മുന്നേ പോയ ഞാൻ സത്യഭാമയാണോ ഞാനാണോ മുന്നിട്ട് നിൽക്കുന്നത് എന്നുള്ളതൊക്കെയുള്ള വെപ്രാളത്തിൻ്റെ ഇടയ്ക്ക് നീ ഒരു മെഴുകുതിരി പോലെ ഉരുകി തീരുന്നത് ഞാൻ കണ്ടിരുന്നില്ല. അന്ന് എനിക്ക് കാണാനുള്ള കണ്ണുണ്ടായിരുന്നില്ല. പക്ഷേ നിൻ്റെ ഈ കിടപ്പ് കാണുമ്പോൾ എനിക്ക് സഹിക്കാനേ പറ്റുന്നില്ല എന്നും പറഞ്ഞ് വസുമതി സങ്കടപ്പെടുകയാണ്. അന്നേരം ചിത്ര ചോദിക്കുക അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത്, അമ്മയുടെ ഈ ഭാവം കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരികയാണ്, അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് എനിക്കൊന്നും പറ്റിയില്ല, ഇതുവരെയാണ് എനിക്ക് അബദ്ധങ്ങൾ പറ്റിയത്, ഇനി എനിക്ക് അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നിങ്ങനെ വസുമതി പറയുന്നുണ്ട്. തുടർന്ന് ചിത്ര പറയുകയാണ് അമ്മ ഇത് പറ്റിയൊരു അവസരമാണ്, അമ്മ ഇവളെക്കുറിച്ച് ഓർത്ത് എന്തിനാണ് വിഷമിക്കുന്നത്, ഇപ്പോൾ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവളുമായി പ്രീതിയുമായിട്ടുള്ള ഡൈവേഴ്സ് പെട്ടെന്ന് വാങ്ങിക്കാം, തെക്കങ്ങൂർ കോവിലകത്തെ റോഷ്നിയുമായിട്ടുള്ള കല്യാണം ഉടനെ നടത്താമെന്ന് പറയുകയാണ്. അന്നേരം വസുമതി ചാടി എഴുന്നേൽക്കുകയാണ്. നീ മിണ്ടി പോകരുതെന്നും പറഞ്ഞ് ചിത്രയുടെ നേരെ അങ്ങ് ദേഷ്യപ്പെടുകയാണ്. ഇനി അർജുന് ഒരു വിവാഹം വേണമെന്ന് പറഞ്ഞ് വന്നാലും അർജുൻ മുൻകൈയെടുത്ത് വന്നാലും ഇവൾ തന്നെയായിരിക്കും എന്നും അർജുനുള്ള കൂട്ട്. ഇന്നലെ വരെ ഇവൾ എനിക്ക് അന്യായിരുന്നു, പക്ഷേ ഇന്ന് ഇവൾ എൻ്റെ അർജുൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാണ്, എൻ്റെ മരുമകളാണ് എന്നും ഇവൾ തന്നെയായിരിക്കും വസുമതിയുടെ മരുമകൾ എന്നൊക്കെ അങ്ങ് ദേഷ്യത്തോടു കൂടിയും വാശിയോടും കൂടി അങ്ങ് വസുമതി പറയുകയാണ്. ഇതൊക്കെ കേട്ട് ഇഷ്ടമില്ലാതെ അങ്ങ് ചിത്രം നിൽക്കുകയാണ്. പക്ഷെ ഇതെല്ലാം കേട്ട് കിടക്കുകയാണ് പ്രീതി. ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡ്. ഓക്കെ, താങ്ക് യു.